രണ്ടാം LDF സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജില്ലാതല യോഗം ഇന്ന് തൃശൂരിലാണ്. വിവിധ മേഖലകളിൽ നിന്നായി ക്ഷണിക്കപ്പെട്ട 500ഓളം പ്രതിനിധികൾ ജില്ലാതല യോഗത്തിൽ പങ്കെടുക്കും. ഒപ്പം തന്നെ ബഹുജന റാലി അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് തൃശൂരിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് ശരത് ഓങ്ങല്ലൂർ നമ്മളോടൊപ്പം തൃശൂരിൽ നിന്ന് ചേരുകയാണ്. നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, സർക്കാരിന്റെ വാർഷികാഘോഷങ്ങൾ, അതിന്റെ പ്രധാനപ്പെട്ട നടപടികൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ശരത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഗുഡ് മോർണിംഗ് ശരത്ത്, നമ്മൾ കഴിഞ്ഞ ദിവസം പൂരത്തിന് നിന്ന തേക്കിൻകാട് മൈതാനത്ത് തന്നെയാണെന്ന് തോന്നുന്നു ശരത്ത് ഇപ്പോൾ നിൽക്കുന്നത്. അന്ന് വലിയ ജനത്തിരക്കിൽ നമ്മൾ ഇവിടെ നിന്ന് വാർത്തകളൊക്കെ ഇങ്ങനെ നൽകിയതാണ്. ഏതായാലും സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിലേക്ക് കടക്കുമ്പോൾ രാവിലെ ജില്ലാതല യോഗം, വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളുമായി മുഖ്യമന്ത്രി സംസാരിക്കും, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കും, നിർദ്ദേശങ്ങൾ കേൾക്കും, മുഖ്യമന്ത്രി മറുപടി പറയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വൈകിട്ട് ബഹുജന റാലി. ഈ തേക്കിൻകാട് മൈതാനം ജനസമുദ്രമാകും അല്ലേ? തീർച്ചയായിട്ടും മനു പറഞ്ഞ പോലെ നമ്മൾ പൂരത്തിന് നിന്ന അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോൾ നിന്ന് സംസാരിക്കുന്നത്. ഇവിടെയാണെന്ന് LDFന്റെ ബഹുജന റാലി നടക്കുന്നു. ഇവിടെ വെച്ചിട്ട് തന്നെയാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ജില്ലാതല യോഗമാണ് ആദ്യഘട്ടം. ജില്ലയിൽ മൊത്തം വാർഷികത്തോടനുബന്ധിച്ച് 3 പരിപാടികളാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ പരിപാടിയാണ് ഇന്നത്തെ ജില്ലാതല യോഗം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജില്ലാതല യോഗത്തിൽ ജില്ലയിൽ നിന്നും ക്ഷണിക്കപ്പെട്ട 500ഓളം പ്രതിനിധികളാണ് പങ്കെടുക്കുക. സമൂഹത്തിൻ്റെ നാനാതുറയിൽപ്പെട്ട 500ഓളം പേരാണ് ഈ സമ്മേളനത്തിൽ ഈ സംവാദത്തിൽ പങ്കെടുക്കുക. അവർ മുഖ്യമന്ത്രിയുമായിട്ട് 2 മണിക്കൂർ നേരം സംവദിക്കും. രാവിലെ 10:30 തൊട്ട് 12:30 വരെ കാസിനോ ഹോട്ടലിൽ വെച്ചാണ് ഇത്തരത്തിൽ ജില്ലാതല യോഗം തീരുമാനിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പരിപാടി എന്ന് പറയുന്നത് വിപണന മേളയാണ്, പ്രദർശന വിപണന മേളയാണ്. അത് 18-ാം തീയതി മെയ് 18 മുതൽ 24 വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഒരു വിപണന മേളയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതായത് വിവിധ വകുപ്പുകളുടെ ഉൾപ്പെടെ 189ഓളം സ്റ്റാളുകൾ ഈ വിപണന മേളയിൽ പങ്കെടുക്കും എന്നാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തൃശ്ശൂർ എന്ന് പറയുന്നത് സാംസ്കാരിക നഗരമാണ്. സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക പ്രവർത്തകരുടെ സംഗമം തൃശ്ശൂരിൽ വെച്ചാണ് നടക്കുന്നത്. മെയ് 19-ാം തീയതിയാണ്. മന്ത്രി സജി ചെറിയാൻ്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഈ സാംസ്കാരിക സംഗമം ഉദ്ഘാടനം ചെയ്യുക. അതിനുവേണ്ട ഒരുക്കങ്ങളും തയ്യാറായിട്ടുണ്ട്. സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുമായിട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംവദിക്കും. ഇത്തരത്തിൽ 3 പരിപാടികളാണ് ജില്ലയിൽ വാർഷികത്തോടനുബന്ധിച്ച് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ചടങ്ങാണ്, ആദ്യത്തെ പരിപാടിയാണ് ഇന്ന് നടക്കുന്ന ജില്ലാതല യോഗം എന്ന് പറയുന്നത്. സമൂഹത്തിൻ്റെ വിവിധ തുറത്തിലുള്ള ജില്ലയിലെ പ്രധാനപ്പെട്ട സമൂഹത്തിൻ്റെ നാനാതുറയിൽപ്പെട്ട ആളുകൾ ഇന്നത്തെ ജില്ലാതല യോഗത്തിൽ പങ്കെടുക്കും. മന്ത്രിമാരെല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് സമൂഹത്തിൽ നമ്മുടെ കേരളത്തിന് വേണ്ട പുതിയ ആശയങ്ങൾ സ്വീകരിക്കുക, അവരുടെ ആശങ്കകൾ പരിഹരിക്കുക, അവരുമായി സംവദിക്കുക, ഇതൊക്കെയാണ് ജില്ലാതല യോഗത്തിൽ നടക്കുക. രാവിലെ 10:30 തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ജില്ലാതല യോഗം നടക്കും. ഇന്ന് വൈകിട്ട് 5:30 കൂടിയിട്ടാണ് ഈ തേക്കിൻകാട് മൈതാനത്ത് LDFന്റെ വലിയൊരു ബഹുജന റാലിയുണ്ട്. LDFന്റെ വലിയ ആൾക്കൂട്ടം പ്രതീക്ഷിക്കും. നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് കണ്ട ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ ബഹുജന റാലിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം ഒരുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വാർഷികം ആഘോഷമാക്കാൻ, അല്ലെങ്കിൽ എല്ലാ രീതിയിലും അത് വലിയ ഗംഭീരമാക്കാൻ വേണ്ടി തൃശ്ശൂർ നഗരവും തൃശ്ശൂർ ജില്ലയും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് മനു. ശരി, ഏതായാലും നമുക്ക് അല്പസമയത്തിന് തന്നെ അതിന്റെ ഒരു സമഗ്രമായ വിശദാംശങ്ങളിലേക്ക് എത്താം. മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗം ഇന്ന് രാവിലെ ചേരും. ഒപ്പം തന്നെ ശരത്ത് പറഞ്ഞതുപോലെ വൈകിട്ട് തൃശ്ശൂരിൽ വലിയ ബഹുജന റാലി ഉണ്ടാകും. സർക്കാരിന്റെ വികസന നേട്ടങ്ങളൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളം എങ്ങനെ മാറിയെന്ന് അത് നേർക്കാഴ്ചയിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഓരോ ജില്ലാതല യോഗത്തിലും സംസാരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ജില്ലാതല യോഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ യോഗത്തിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരുണ്ട്. അതായത് തൊഴിലാളികളുണ്ട്, കലാ സാംസ്കാരിക പ്രവർത്തകരുണ്ട്, ചലച്ചിത്ര മേഖലകളിൽ നിന്നുള്ളവരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. എല്ലാ മേഖലകളിൽ നിന്നുള്ളവരുടെയും ഒരു പരിച്ഛേദമാണ് നമുക്ക് ആ യോഗത്തെ കാണാൻ കഴിയുക. മുഖ്യമന്ത്രി ആ യോഗം വിളിക്കുന്നത് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക, അവർ പറയുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക, മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സർക്കാരിൻ്റെ നയപരിപാടികൾ തീരുമാനിക്കുക എന്നതടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള യോഗങ്ങളിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നത്. അത് ഒരുപാട് പേർ അതിൽ പങ്കെടുത്തിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇതൊരു മനോഹരമായ സംവിധാനമാണ്, മുഖ്യമന്ത്രിയോട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാൻ പറ്റി, നമ്മൾ പറയുന്നത് വളരെ ശ്രദ്ധയോടെ അദ്ദേഹം കേട്ടിരുന്നു, അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ കുറിച്ചെടുക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ടായിരുന്നു. അതായത് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അദ്ദേഹം കേൾക്കുന്നുണ്ട്, അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരുപക്ഷെ രാജ്യത്ത് മറ്റൊരിടത്തും ഇത്തരത്തിലൊരു ജനകീയ ഇടപെടൽ ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. അതുതന്നെയാണ് സർക്കാരിനെ വേറിട്ട് നിർത്തുന്നത്.